ഇന്നത്തെ എൻ്റെ വീഡിയോ പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ചിലപ്പോൾ ചെറിയ ആളുകൾ മാത്രമാവില്ല, മുതിർന്ന ആളുകളും പഠിക്കുന്നുണ്ടാവാം. ജീവിതം തന്നെ ഉടനീളം നമ്മൾ ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മുടെ പഠനം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ ആദ്യം തന്നെ 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. 7 ഓഫ് പെൻറ്റക്കിൾസ് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളിപ്പോൾ വളരെയധികം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പഠന കാര്യത്തിൽ നിന്നാണ് എനിക്കിവിടെ ക്ലിയർ ആകുന്നത്. പക്ഷേ നിങ്ങൾക്കൊരു ഫലം കിട്ടണില്ല, ഒരു റിസൾട്ട്, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടി കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ചിന്തയാണ്, ഇത് വെറുത്താണോ അല്ലയോ എന്നാണ്, നിങ്ങൾ ഇത് വേണോ വേണ്ടയോ, പഠിക്കാണ്ടിരിക്കണമാണോ ഇതിൽ നല്ലതെന്ന് പോലും നിങ്ങളിവിടെ ചിന്തിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാവുന്നു. നിങ്ങൾക്കൊരു ഒട്ടും ക്ഷമയില്ലെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത്തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണാനുള്ളത് കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഈ എഫേർട്ടൊന്നും വെറുതെ അല്ല, നിങ്ങളുടെ വളർച്ച നടക്കുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ എന്നാണ്. നെക്സ്റ്റ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് 10 ഓഫ് വാൻസ് ആണ്. 10 ഓഫ് വാൻസ് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, പഠനത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ കൺഫ്യൂഷൻസ് ഒക്കെ കൂടി വന്നിരിക്കുകയാണ് ഇവിടെ. അതുപോലെ തന്നെ സിലബസ് ഒക്കെ നിങ്ങൾക്ക് ടഫായിട്ടാണ് തോന്നുന്നത്. നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ ഒന്നും അങ്ങ് ശരിയാവുന്നില്ല. മെൻ്റലി നിങ്ങളാകെ തളർന്നിരിക്കുകയാണെന്നാണ് മനസ്സിലാവുന്നത്. ഒറ്റയ്ക്ക് എല്ലാം കൂടി പഠിച്ചെടുക്കാൻ നിങ്ങൾ പെടാപ്പാട് പെടുന്നതായിട്ടാണ് എനിക്കിവിടെ വ്യക്തമാവുന്നത്. പിന്നീട് ഏസ് ഓഫ് സോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഇത് വരുമ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആവും തന്നെയാണ്. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും. ഒരു സഡൻ അണ്ടർസ്റ്റാൻഡിങ് വരും. അതുപോലെ തന്നെ നിങ്ങളുടെ കൺഫ്യൂഷനൊക്കെ ക്ലിയർ ആകും, ഫോക്കസ് ഷാർപ്പാകും എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത്. ഒരു ടേണിംഗ് പോയിന്റ് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു ശരിയായ സ്ട്രാറ്റജി എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുമെന്നാണ് ഇവിടെ എനിക്ക് വ്യക്തമാവുന്നത്. ഈ ഒരു റീഡിംഗ് കുറച്ച് പേർക്കെങ്കിലും റെസനേറ്റ് ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു റീഡിങ്ങുമായിട്ട് കാണാം.